കൊയിലാണ്ടിയുടെ ഒരു നഷ്ടപ്പെട്ട ഒരു ഭൂതകാല സാംസ്കാരിക ചൈതന്യം തിരിച്ചു പിടിക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രം രൂപം കൊണ്ടിട്ടുള്ള ഒരു സാംസ്കാരിക സംഘടനയാണ്. നല്ല പ്രതികരണമാണ് ഞങ്ങൾക്ക് കൊയിലാണ്ടി വെച്ചുകൊണ്ടിരിക്കുന്നത്. ദർപ്പണയുടെ ആദ്യ പരിപാടി ജോൺസൺ മാസ്റ്റർ അനുസ്മരണമായിരുന്നു. ഈ ഹാളിൽ വെച്ച് നടന്ന ആ പരിപാടി ഒരുപക്ഷെ എല്ലാവരുടെയും ഓർമ്മകളിൽ ജോൺസൺ മാസ്റ്ററുടെ ഓർമ്മകൾ തിരിച്ചുകൊണ്ട് വരത്തക്ക വിധത്തിൽ ഉള്ള നല്ലൊരു പരിപാടിയായിരുന്നു. ഇനിയും ധാരാളം പരിപാടികൾ ഞങ്ങൾക്ക് ഈ മേഖലയിൽ സംഘടിപ്പിക്കണം എന്ന താല്പര്യത്തോടു കൂടിയാണ് ഇതിന്റെ പ്രവർത്തകർ പ്രവർത്തിച്ചു പോരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇൻഡോ മലേഷ്യൻ സംഗീത പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ഗസൽ. ഗസൽ കൊയിലാണ്ടിയിൽ വലിയൊരു പരിചിതമായിട്ടുള്ള സംഗീത ശാഖയല്ലെങ്കിലും കോഴിക്കോടുകാർക്ക് അല്ലെങ്കിൽ കോഴിക്കോട് മേഖലയിൽ വലിയ പ്രാധാന്യം വളരെ പണ്ടുകാലം മുതൽ, പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുസ്ഥാനി സംഗീതം ആസ്വാദകരുള്ള സ്ഥലം കോഴിക്കോടാണെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. ധാരാളം ബംഗാളിലും ഉത്തർപ്രദേശിലൊക്കെ ഉണ്ടായിരുന്ന സംഗീതകാരന്മാർ ഒരു കാലത്ത് കോഴിക്കോട് പ്രദേശങ്ങളിൽ വന്ന് ധാരാളം സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു സംഗീതക്കാരന്റെ മകനാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാബുരാജ് എന്ന് നാം ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് കോഴിക്കോടുകാരുടെ ഹിന്ദുസ്ഥാനി സംഗീത പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പാരമ്പര്യം നമുക്ക് വേണം. അതിന്റെ ഭാഗമായിട്ടാണ് ഗസൽ പരിചയപ്പെടുത്തുന്നത്. കൊയിലാണ്ടിയിൽ ഗസൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ഇപ്പം നന്ദി പോലുള്ള പ്രദേശങ്ങളിൽ ഗസൽ ധാരാളം പരിപാടികൾ നടന്നിട്ടുണ്ട്. കൊയിലാണ്ടിയിൽ ഒരുപാട് പരിപാടികൾ നടന്നിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും നല്ലൊരു ഗസൽ ഗായകനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തെ അഭിമാന പുരസ്കാരം വളരെയധികം സന്തോഷത്തോടു കൂടി ദർപ്പണ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ പരിപാടി നേരത്തെ പറഞ്ഞതുപോലെ കൊയിലാണ്ടിയുടെ സാംസ്കാരിക രംഗത്തെ ഒരു പ്രഗത്ഭ ശ്രീ കണ്ണൻ ശ്രീധര മാസ്റ്റർ, അതുപോലെ പ്രവീൺ കുമാർ, ശ്രീ പ്രേമൻ, എല്ലാവരും ഈ വേദിയിൽ ഇന്ന് സന്നിഹിതരാണ് എന്നുള്ളത് ഞങ്ങളുടെ സന്തോഷം ഏറെ വർദ്ധിപ്പിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കണ്ണൻ ശ്രീധര മാസ്റ്ററെ സന്തോഷ പുരസ്കാരം ഞാൻ ക്ഷണിക്കുന്നു.